ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓറഞ്ച് പിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ശരിക്കും ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഒരു റിവ്യൂ എടുക്കണം. പക്ഷേ ഫ്രണ്ട്സിൻ്റെ ആരുടെ അടുത്തും അങ്ങനെ ഒരു ഇലക്ട്രിക് കാർ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യം നീങ്ങി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റായിട്ട് ഒരു EV എടുത്തത്. അപ്പോൾ പിന്നെ അടുത്ത കുറച്ച് 2 സർവീസ് കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് റിവ്യൂ എടുക്കാമെന്നൊക്കെ ഓർത്തു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത്. നമ്മളിപ്പോൾ ഇത്തവണ റിവ്യൂ എടുക്കാൻ പോകുന്ന വണ്ടി MG കോമറ്റിൻ്റെ എക്സൈറ്റ് വേരിയൻ്റ് ആണ്. നമുക്ക് ഇപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഓണറോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഓണർ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇത് മഞ്ജുഷ, എൻ്റെ ഫ്രണ്ടാണ്. ഹായ് മഞ്ജുഷ, വെൽക്കം ടു ഓറഞ്ച് പിപ്സ്. താങ്ക് യു. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മഞ്ജുനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു വേരിയന്റ് ചൂസ് ചെയ്തത്? വൈ ദിസ്? അതായത് ഒന്നാമത്തെ കേസ്, എന്തുകൊണ്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാൻ നിങ്ങൾ തോന്നിയത്? രണ്ടാമത്, എന്തുകൊണ്ടാണ് MG കോമറ്റിലോട്ട് വന്നത്? അപ്പം ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം, ഞങ്ങളുടെ വീട്ടിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഫ്യൂവൽ കോസ്റ്റും കൂടി ഇനി ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്നത്? ചാർജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് നല്ലതാണ്, കാരണം 5.5 ആണ്, അപ്പം നമുക്ക് കറണ്ട് ഉണ്ട്. പിന്നെ സെക്കൻഡ് തിങ്, സൈസ്. ഇതിൻ്റെ ഇത്രയും ഇതിലും ചെറിയൊരു വണ്ടി എനിക്കറിയില്ല. എനിക്കൊന്ന് ഒരു ബൈക്കിന് കവർ ഇട്ട പോലെ എനിക്ക് അത്രയും കോമ്പാക്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പം ഈ മെയിൻ എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചത് ഈ 2 കാര്യമായിരുന്നു. പിന്നെ അതിലും നമുക്ക് ചൂസ് ചെയ്യാൻ പോയപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിന്റ്, ഇതിന്റെ ബാക്കില് വിൻഡോ തുറക്കാൻ പറ്റില്ല, പിന്നെ ഡോറില്ല. അപ്പം മനസ്സിലായി, ബാക്കി ഞാൻ പറയാം. കൊച്ചിറങ്ങി ഓടിപ്പോകും. അപ്പം ഞാൻ അവനെ മനസ്സിൽ വെച്ചോണ്ടാണ് എന്തൊരു സാധനം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള, എനിക്ക് ഇതിലും നല്ലൊരു സേഫ് പിന്നെ ഒരു വണ്ടിയില്ല. ഈ പിള്ളേരെ പുറകിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സമാധാനമാണ് വണ്ടി ഓടിക്കാൻ. അപ്പൊ ഓൾറെഡി നമ്മൾ റോഡിൽ കുറച്ച് ടെൻഷൻ ആയിരിക്കും. കുട്ടികളുണ്ടെങ്കിൽ അവനത് ചെയ്യുമോ എന്ന് ആലോചിക്കും. ഇതാകുമ്പോൾ പിന്നെ ആ കുഴപ്പമൊന്നുമില്ല, ബാക്കിലിടുക, വണ്ടി ഓടിക്കുക. ഇപ്പൊ ഇതിനു മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഏതായിരുന്നു? ആദ്യം ഞാൻ ഓടിച്ചത് സിലേരിയോ ആയിരുന്നു. അത് മാനുവലായിരുന്നോ ഓട്ടോമാറ്റിക് ആയിരുന്നോ? അത് ഓട്ടോമാറ്റിക്കാ. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് സ്വിഫ്റ്റ് ഓടിച്ചു. ആ സ്വിഫ്റ്റ് പക്ഷേ മാനുവലാ. അത് ഓടിച്ചൊരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു വീടിന്റെ മതിൽ കെട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എന്നാന്ന് വെച്ചാൽ വണ്ടിയുടെ വലിപ്പം കൂടുന്നത് വെച്ച് റോഡിന്റെ വീതി കൂട്ടാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഈ കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി ചൂസ് ചെയ്തെന്നുള്ള കറക്റ്റ് എക്സാക്ട് റീസൺ എനിക്ക് മനസ്സിലായി. ഇതിപ്പോ ഏകദേശം എത്ര കാലം എടുത്തിട്ട് വണ്ടി? ഞാനിത് ഒക്ടോബർ 2 ഇതെന്റെ കൈ കിട്ടുന്നത്. അപ്പൊ ഇപ്പം ഫെബ്രുവരി 2 ആകുമ്പോൾ ഏകദേശം 4 months ആയിട്ടുണ്ട്. സോ ഈ 4 months കൊണ്ട് ഞാനൊരു 6,000 നിയർലി 7,000 കിലോമീറ്ററും ആയിട്ടുണ്ട്. ആൻഡ് 2 സർവീസും കഴിഞ്ഞു. ഇതിപ്പോ വണ്ടി എടുത്ത് ഏകദേശം എത്ര നാളായി? വണ്ടി എന്റെ കൈ കിട്ടുന്നത് ഒക്ടോബർ 2 ഇപ്പം ഇത് 4 months ആയിട്ടുണ്ട്. ആൻഡ് ഈ 4 months ഞാൻ 6,000 പ്ലസ് നിയർലി 7,000 കിലോമീറ്റർ ഓടിച്ചപ്പോ നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ടല്ലേ? ഞാനും ഓടിക്കും, എന്റെ ഹസ്ബൻഡും ഓടിക്കും. നമുക്കിത് മുതലാണ്. നമുക്ക് ഇതുവരെ ഇതിനകത്ത് ഈ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല. ലൈക്ക് നമുക്ക് നഷ്ടമായല്ലോ എന്നൊരു വിചാരം ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു മെയിൻ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ആ സ്വിഫ്റ്റ് അന്ന് നേരത്തെ ഓടിച്ചിരുന്ന സ്വിഫ്റ്റ് ഒരു 7,000 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ എനിക്കൊരു 350 ലിറ്റർ പെട്രോൾ എങ്കിലും ആയേനെ. ഈ 350 ലിറ്ററിന്റെ പെട്രോൾ ഇന്നത്തെ ഒരു വാല്യൂ വെച്ച് നോക്കുവാണെങ്കിൽ 35,000 ഉണ്ട്. ഈ 35 കറക്റ്റ് 35 സംതിങ് ഉണ്ട്. അപ്പൊ 35,000 നമുക്ക് ഈ വണ്ടി കാരണം നമുക്ക് 1 രൂപ പോലും ചെലവില്ല. നമുക്ക് ഒരു എക്സാക്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആ ഒരു ഫ്യൂവൽ കോസ്റ്റ് നമുക്ക് ഇവിടെ വരുന്നില്ല. അപ്പൊ ആ എന്റെ ഒരു ജസ്റ്റ് ഒരു 6,000 7,000 പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ, മറ്റേത് ഞാൻ ഇത് വെച്ച് ഓടിച്ചിരുന്നെങ്കിൽ ഇത്ര ആയനേലോ എന്ന്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ജസ്റ്റ് ഇപ്പൊ വീട്ടില് സോളാറും ഉണ്ട്, ഡെയിലി പുറത്തു പോകുന്നവരാണ് ഇതൊരു നല്ല ഓപ്ഷൻ ആണെന്നാണോ? അതെ, ഈ 2 കോമ്പിനേഷൻകാർക്ക് ഇതിൽ നല്ലൊരു ഓപ്ഷൻ. എന്റെ പേഴ്സണൽ യൂസ് ചെയ്യുന്നത് എനിക്കിത് കൂടുതലൊന്നും ഇതിൽ നല്ല പറഞ്ഞാൽ ഓക്കെ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് എന്ന് എനിക്ക് പറയാനില്ല. നമുക്ക് വീട്ടിലെങ്ങും പോകണ്ടാത്ത ഒരാൾക്കാരാണ്, വല്ലപ്പോഴും വല്ല ഔട്ടിങ്ങിന് മാത്രം പുറത്ത് പോകുന്നവർക്ക് ദിസ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് എന്റെ ഒപ്പീനിയൻ, വെരി പേഴ്സണൽ ഒപ്പീനിയൻ, ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഒരു DRL ഉണ്ട് ഫസ്റ്റ്. ഓക്കെ, പിന്നെ LED ഹെഡ് ലാമ്പ് ആണുള്ളത്. അപ്പൊ നല്ല വെളിച്ചം. അപ്പൊ രാത്രിയിലൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. നമുക്ക് മറ്റേ യെല്ലോ ലൈറ്റിന്റെ ഫീലിംഗ് അല്ല, നല്ല വെട്ടം കാണാൻ പറ്റും. പിന്നെ ഇവിടെയാണ് ചാർജിങ് ചെയ്യുന്നത്. ഈ MGയുടെ ലോഗോയും LED ലാമ്പ് ഉണ്ട്. ചാർജ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ നമ്മൾ കുത്തിയിടുന്ന പോർട്ട്. ഇതിപ്പോ ടോപ്പ് വേരിയന്റിലല്ലേ ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നത്? ഇത് മിഡ് വേരിയന്റ് ആയതുകൊണ്ട് അത്രയും ഫാസ്റ്റ് ചാർജിങ് ഏകദേശം നിങ്ങൾക്ക് എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ് ആവാൻ വേണ്ടിയിട്ട്? മിഡ് വേരിയന്റ് ആണ്, അപ്പം ഫാസ്റ്റ് ചാർജിങ് അല്ല. അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്.
പിന്നെ ഫാസ്റ്റ് ടൈം ചോദിച്ചാൽ എക്സാക്ട്ലി നമുക്ക് അറിയില്ല, കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ട് രാത്രി ഇത് കുത്തിയിട്ട് രാവിലെ വന്ന് എടുക്കും. സോ എക്സാക്ട് ടൈം നമുക്ക് അറിയില്ല. അല്ല അപ്പൊ ഈ ഇത്രയും രാത്രി ഫുൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ ഓവർ ചാർജ് ആവത്തില്ല? ഇല്ല, കറക്റ്റ് 100% ഇത് കട്ട് ഓഫ് ആവുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചാർജിങ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് എനിക്ക് ഫോണിൽ മെസ്സേജും വരുന്നുണ്ട്. മോസ്റ്റ്ലി നൈറ്റ് ആയതുകൊണ്ട് ഞാനത് അറിയുന്നില്ല, അതേ ഉള്ളൂ. സോ ആ ഓവർ ചാർജിങ്ങിന്റെ പ്രശ്നമില്ല. പിന്നെ നമ്മള് ഏകദേശം ഒരു 4 to 5 hours എന്തായാലും എടുക്കുന്നുണ്ടാവും. എൻ്റെ ഒരു നോർമൽ എക്സ്പീരിയൻസ് 4 to 5 hours എടുത്തിട്ടുണ്ട്. ഇത് ക്യാമറയുടെ സ്ലോട്ട് ആണല്ലോ? അത് സ്ലോട്ട് മാത്രമേ ഉള്ളൂ, ക്യാമറ അവിടെ ഇല്ല. വെള്ളിമുങ്ങിയാണ് ഒക്കെ ഇത്രയല്ലേ. അപ്പൊ നീ ഒരു എഞ്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ആദ്യം ഒന്ന് ബോണറ്റ് തുറക്കാമോ? തുറക്കാം. ഇതിന് എഞ്ചിനൊന്നും പറയല്ല, ഇതാണ് മോട്ടർ. സോ മോട്ടർ ഇതുണ്ടോ, ഇവിടെയാണ് അതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. അപ്പം അതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഏകദേശം 17 kilowatt. പവർ വരുന്നത് 41 ഏകദേശം 41 bhp വരും. പിന്നെ ടോർക്ക് ഉള്ളത് 110 Nm. ഇതിന്റെ സൈഡ് പ്രൊഫൈലേക്ക് വരുമ്പോൾ ഇത് ഇലക്ട്രിക്കലി കൺട്രോൾഡ് അല്ല? അതെ, ഇലക്ട്രിക് കൺട്രോൾഡ് ആണ്. ഈ വണ്ടിക്ക് എന്തായാലും അവർ വളരെ ചെറിയൊരു ഡോറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇത് ഫുൾ തുറന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വേറൊരു വണ്ടിക്ക് പാസ് ചെയ്യുന്നതൊക്കെ ശരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഫുൾ തുറന്നു കഴിഞ്ഞാൽ. അത് ഈ വണ്ടിയുടെ ഒരു പ്ലസും മൈനസും ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇതിന് ഭയങ്കര വലിയ ഡോറാണ്. അപ്പൊ ആ ഡോർ വലുത് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം ബാക്കിലോട്ട് കയറാനുള്ള എളുപ്പത്തിനാണ്. പക്ഷേ നമ്മൾ ഇതിനെ ഒരു സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് തുറന്ന് ഇറങ്ങാൻ നോക്കുമ്പം ഫുൾ തുറന്ന് നമുക്ക് ഇത്രയും ഒരു സൈഡിൽ വേറൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ നോർമലി ഐ തിങ്ക് 2 or 3 times ഞാൻ ചെയ്തത് പാർക്ക് ചെയ്തിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് ഇറങ്ങിയത്. വേറെ ഇടയ്ക്ക് ബാരിയേഴ്സ് ഒന്നുമില്ല. വി കൻ ഈസിലി മൂവ് ടു ദി അതർ സൈഡ് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദി കാർ. സോ പാർക്കിംഗ് നമുക്ക് 2 ബൈക്കിന്റെ സ്പേസ് മതി, അല്ലെ 3 ബൈക്കിന്റെ സ്പേസ് മതി. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കല്യാണത്തിന് പോയപ്പോൾ അങ്ങനെ എനിക്ക് ആ സെക്യൂരിറ്റി ചേട്ടൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. 3 ബൈക്ക് മാറ്റിയിട്ട് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി. സോ എനിക്ക് അപ്പം ഭയങ്കര സന്തോഷമായി. ഞാൻ വേറെ വണ്ടി കൊണ്ട് പോയത് എനിക്ക് പാർക്കിംഗ് നടക്കത്തില്ലായിരുന്നു. ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഇത് ഓൺ ആകും, ഈ റെഡ് ലൈറ്റ് ഓൺ ആവും. ഇന്നത്തെ ബാക്കി ലൈറ്റ് എല്ലാം LED ലൈറ്റുകളാണ്. ബൂട്ട് സ്പേസ് നോക്കാം, ഒന്ന് തുറക്കാവോ? ഇത് പ്രസ് ചെയ്താൽ മതി. ആഹാ, നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള അടിപൊളി സ്ഥലത്തിൽ ഇതിനിപ്പോ ഇത്രയും ബൂട്ട് സ്പേസേ ഉള്ളൂ. നമുക്ക് ചെറിയ ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം. കുറച്ചുകൂടി ഹെവി സാധനങ്ങൾ വെക്കാൻ നമുക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാല് ഇത്രയും ഏരിയ കിട്ടും. അതായത് 2 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് ഫുൾ ചെയ്തിട്ടും. പിന്നെ ഞാൻ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ശരിക്കും നമ്മൾ കുട്ടികൾ കൊണ്ടൊക്കെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഈ ബെഡ് പോലെ ഇതങ്ങ് യൂസ് ചെയ്യാം. അതായത് ഞാൻ അങ്ങനെ വേറൊരു വണ്ടിയിൽ കണ്ടിട്ടുണ്ട്, MG കോമറ്റിലല്ല, വേറൊരു വണ്ടി ഇങ്ങനെ ചെയ്തിട്ട് അവര് 3 കുട്ടികളെ കിടത്തി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കമത്തിയിട്ടപ്പോ അത് അതിന് മേലൊരു മെത്ത പോലെയാണ് റെഡിയാക്കിയത്. ഇനി നമുക്ക് ഇനി ഇന്റീരിയർ ഒക്കെ നോക്കാം. ഇപ്പൊ ബാക്കിലോട്ട് കയറണമെങ്കിൽ സീറ്റ് ശരിച്ചിടണം അല്ലേ? ഇത് അത്യാവശ്യം ബാക്കിൽ സ്പേസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ശരിക്കും ഫാമിലി ഇപ്പോൾ അവർക്ക് അത്യാവശ്യം ടൗണിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ മോൾസിലൊക്കെ പോകണം, ഇപ്പൊ ഫിലിമിന് പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സുഖമായിട്ട് പുറകിലിരുത്താം, പാരന്റ്സിന്റെ ഫ്രണ്ടിലിരിക്കുക. ഒട്ടും ടെൻഷൻ ഇല്ല, കാരണം ഡോർസ് ഒന്നും ഓപ്പൺ ആക്കും എന്നുള്ള പേടി വേണ്ട. ഈ പറഞ്ഞ പോലെ വിൻഡോസ് ഓപ്പൺ ആക്കുന്നത് പേടിക്കണ്ട. ശരിക്കും പാരന്റ്സ് നല്ലൊരു കൺട്രോൾ കിട്ടും. പിള്ളേർ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മറ്റു വണ്ടികളെക്കാളും കുറച്ചും കൂടെ ഈസി ആയിരിക്കും അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഹൈറ്റിൽ ഇരിക്കുന്ന നല്ല ഫീൽ ഉണ്ട് കേട്ടോ. ശരിക്കും നല്ലൊരു പൊക്കമുണ്ട്. പിന്നെ അത്യാവശ്യം എനിക്ക് കുറച്ചും കൂടെ ലെഗ് റൂം സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ ബാക്കിൽ ഇരിക്കുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബാക്കിൽ നിന്ന് ഇരുന്ന് നോക്കിയാൽ കറക്റ്റ് ആയിട്ട്. ഇനി അതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇതില് നീളത്തിലൊരു ടച്ച് സ്ക്രീൻ ഉണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ എന്റെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാം. സോ ഞാൻ പറയുമായിരുന്നു. പിന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് മാപ്പ് ഒക്കെ നന്നായിട്ട് ഇട്ട് പോകാൻ പറ്റും. നമ്മൾ ഈ ഫോണിൽ മാപ്പ് ഇട്ട് കണക്ട് ചെയ്യുന്നതിലും നല്ലതായിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. നമ്മുടെ ഏതെങ്കിലും ഡോർ ഓപ്പൺ ആണോ ക്ലോസ് ആണോ, പിന്നെ ലൈറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടോ, ഇനി ബാറ്ററി എത്ര റിമൈനിങ് ഉണ്ട്, എത്ര കിലോമീറ്ററിൽ ഇതിൽ റൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഈ നമ്മൾ കീ ഇട്ട് വണ്ടി ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമുക്കിവിടെ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അതായത് ഇത് കണ്ടോ, അപ്പൊ അനുവിന്റെ സൈഡിൽ ഡോർ ഓപ്പൺ ആണ്. സോ അത് കാണാം. ബ്രേക്ക് പ്രസ്ഡ് ആണ്. ദെൻ കണ്ടു റെഡി എന്ന് കാണിക്കും. ദാറ്റ് മീൻസ് വി ആർ റെഡി ടു ഡ്രൈവ്. എവറിത്തിങ് ഇസ് നോർമൽ. സീ ഹിയർ ദിസ് ഇറ്റ്സ് കമ്മിങ് നോർമൽ. എക്കണോമിക് മോഡിലാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്കത് മാറ്റി നോർമൽ മോഡാക്കാം.
അല്ലെങ്കിൽ നമുക്കത് സ്പോർട്സ് മോഡലാക്കാം. സ്പോർട്സ് മോഡൽ മൈലേജ് ഒക്കെ കുറവായിരിക്കും. സോ ഞാൻ നോർമൽ ഇട്ടാ ഓടിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടു ബാറ്ററി എത്ര പവർ ബാക്കിയുണ്ട്. ദെൻ ഇപ്പൊ ഈ വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. സോ ഈ N ഇവിടെ കാണിക്കുന്നത് അതാണ്. പിന്നെ എത്ര കിലോമീറ്റർ ഇനി ഓടാനുണ്ട് ഇത്. ഇനിയും 21 കിലോമീറ്റർ. സോ ഇൻറ്റു 2 42 കിലോമീറ്റർ ഇനി അത് നമുക്ക് ഓടിക്കാൻ പറ്റും. ആണോ? അതെ. ഇതിന്റെ AC വരുന്നത് AC മാനുവൽ ആണ്. നമ്മൾ ഓഫ് ഓൺ ചെയ്യാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. എടാ നാളെ നിനക്ക് പോകാൻ പറ്റും. ഇവിടെ അടുത്ത് ചാർജിങ് സ്ലോട്ട് ഉണ്ടോ? എടാ ചാർജിങ് നമുക്ക് കിട്ടും, പക്ഷെ അവിടെ എല്ലാം നമുക്ക് AC അവൈലബിൾ അല്ല. എല്ലാ വണ്ടികളും DC ആണ്. നമ്മുടെ ഈ വണ്ടി AC ചാർജിങ് ആണ്. അപ്പൊ നമുക്കത് വീടുകളിൽ ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ചാർജിങ്ങിന്റെ മറ്റേ വയറും കണക്ടറൊക്കെ ഉണ്ട്, നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാം. അപ്പൊ അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്നല്ല, ഇത് സിറ്റി യൂസ് വീട്ടിലെ യൂസിനൊക്കെ ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഇവൾ കുറെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് വണ്ടി ഓടിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാം. ഇതിന്റെ ചില റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വണ്ടി സീറ്റ് ബെൽറ്റ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് കുറച്ച് ഇത്തിരി പുറയിലല്ലേ വെച്ചേക്കുന്നവർ ഇങ്ങനെ വലിച്ചു വെക്കണ്ടേ? അതെ, അത് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് ആയിട്ട് എടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ സൈഡിൽ ഒരു ഇതുണ്ട്, സീറ്റിന്റെ സൈഡിൽ കണ്ടോ, ഡ്രൈവർ സീറ്റിന് അങ്ങനെ ഒരു ഇത് സ്ലോട്ട് പോലെ ഇട്ടിട്ടുണ്ട് അവര്. എടാ ഇതുണ്ട് ഇവിടെ, നമുക്ക് ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ് 3 മോഡുണ്ട്. ഇപ്പൊ ഇത് ന്യൂട്രൽ അല്ല. സോ ബ്രേക്ക് ഞെക്കിക്ക്, എന്നിട്ട് ഇതിങ്ങനെ ഡ്രൈവ്. സോ നൗ യു ആർ റെഡി. ജസ്റ്റ് ആക്സിലേറ്റർ മാറ്റാൻ പിന്നെ കൊടുത്താൽ മതി. അത് കൊള്ളാലും ശരിക്കും ഒട്ടും സൗണ്ട് ഒന്നുമില്ല. ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആയതും ഒന്നും അറിയുന്നില്ല. ഇപ്പൊ ശരി നല്ല കംഫർട്ടബിൾ ആട്ടോ. ഈ പറഞ്ഞ ശരിയാണ്, നല്ലൊരു സുഖമുണ്ട്. പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ, ചെറിയൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ആ മൂവ്മെന്റ് ചെറിയ ഒട്ടും സൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി മൂവിങ് ആണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും സിമ്പിൾ ആണ്. പിന്നെ ഇതിന് നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് ഓവർടേക്ക്, ഹൈവേ എന്നല്ല എവിടെയായാലും നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ മറ്റേ ഞാൻ സിലേറിയ ഓടിക്കുമ്പോൾ അതിന്റെ ഓട്ടോമാറ്റിക്കല് പെട്ടെന്ന് ഓവർടേക്ക് ആവത്തില്ല. ഇത് പെട്ടെന്ന് അങ്ങ് ഓവർടേക്ക് ആവും. അത് ഇലക്ട്രിക് ഒരു ചെറിയ ലാഗ് വരും. നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് അത് വണ്ടി ചിലപ്പോൾ എത്തത്തില്ല. ഇത് പിന്നെ ആ പ്രശ്നമില്ല. പിന്നെ വലിയ വണ്ടിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ വലിയ വണ്ടി നമ്മുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു ചെറിയൊരു കംഫർട്ടബിൾ അല്ല നമുക്ക് തോന്നും. നമുക്ക് എന്തോ ഒരു ഷെയ്ക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ആക്ച്വലി നമ്മൾ സേഫ് ആണ്, നമുക്ക് ഓക്കെ ആണ്. ഇത് ഏകദേശം ഫുൾ ചാർജ് കഴിഞ്ഞാൽ എത്ര ദൂരം വരെ പോകും? ഫുൾ ചാർജില് കമ്പനി പറയുന്നത് 200 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷെ നമുക്കൊരു 190-195 വരെ കിട്ടും. പിന്നെ 200 നമുക്ക് കിട്ടും കേട്ടോ, കിട്ടത്തില്ല എന്നല്ല. ചിലപ്പം ഇപ്പൊ 50% ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാനത് AC ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാല് എനിക്ക് നോർമലിനേക്കാളും കൂടുതൽ കിട്ടും. ഒരിക്കലും ഇത് 50 കാണുമ്പോൾ തന്നെ നമ്മൾ ആ AC ഓഫ് ആക്കുക, അല്ലെ 20 നമുക്ക് എത്ര ദൂരം പോകണം അതനുസരിച്ച് നമ്മൾ AC അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടി ഇത് പോകും. ഇതിപ്പോ നീ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടായിരുന്നു അന്ന് വണ്ടി എടുത്തത്? അന്ന് എനിക്ക് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കോൾ ബാക്ക് കിട്ടി. അവർ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഞാനത് ഫുൾ ഓപ്ഷനിലാണ് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഓക്കെ ആയിട്ട് എടുത്തത്. ഓൺ ദ റോഡ് പ്രൈസ് ഒക്കെ എത്രയായിരുന്നു? എനിക്ക് ഓൺ റോഡ് 8.5 lakhs ആയിരുന്നു. അറൌണ്ട് 8.5 ആണ്. ഞാൻ അതിൽ പറഞ്ഞ കുറേ ഫീച്ചേഴ്സ് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് അത്ര എത്തിയത്. പക്ഷേ നമ്മളെല്ലാ ഫീച്ചേഴ്സും വിത്ത് എടുക്കുവാണെങ്കിൽ അറൌണ്ട് 9 തന്നെ ആവും എന്നാണ് ഞാൻ ഈ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, അത്ര ഏകദേശം ആകും. പിന്നെ ഈ വണ്ടി എവിടെ നിന്ന് എടുത്തത്? നിങ്ങൾ ഒത്തിരി നാൾ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, വെയിറ്റിംഗ് പീരീഡേ ഇല്ലായിരുന്നു എന്ന് പറയാം. ഞാൻ പൈസ അടച്ചതിന്റെ പിറ്റേ ദിവസം എനിക്ക് പിറ്റേ ദിവസം അതിന്റെ അവരെന്തോ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഉണ്ട്, അതിന്റെ നെക്സ്റ്റ് ഡേ എനിക്ക് വണ്ടി കിട്ടി. എനിക്ക് എവിടെ നിന്നായിരുന്നു വണ്ടി എടുത്തത്? എവിടെ നിന്നായിരുന്നു? ഞാൻ കോട്ടയത്ത് തെള്ളകത്തി വണ്ടി എടുത്തല്ലേ? അത് നിങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു, ഇവിടെ വന്ന് എടുത്തത്. അതെന്റെ നാട് ചങ്ങനാശ്ശേരിയാ. അപ്പം ഞാൻ അങ്ങനെ തപ്പിയതില്ല. ഞാനിത് നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് ഫസ്റ്റ് കോൾ ബാക്ക് വന്നത് തെള്ളകത്തിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തെള്ളകത്തോട്ട് വന്നത്. ഞാൻ പിന്നെ തിരുവല്ല പിന്നെ ചോദിച്ചില്ല. അവിടുത്തെ സർവീസും അവിടുത്തെ കോൾ ബാക്കും എന്നെ വിളിച്ചത് പ്രതീക്ഷ എന്ന് പറഞ്ഞ ആളാണ്. അപ്പം എനിക്ക് മൊത്തത്തിൽ അവിടെ കംഫർട്ട് ആയിട്ട് പിന്നെ ഞാൻ തപ്പിയില്ല, എവിടെയെങ്കിലും വേറെ ഉണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്യാൻ നോക്കിയില്ല. ഓക്കെ, കോട്ടയം അവിടെ നിന്ന് എടുത്തു. ഇതിപ്പോ വണ്ടി എടുത്തിട്ട് ഏകദേശം സെക്കൻഡ് സർവീസ് അല്ലായുള്ളൂ. അപ്പൊ ഏകദേശം എത്രയായി സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? സർവീസ് 1000 കിലോമീറ്റേഴ്സിൽ ഫസ്റ്റ് സർവീസ് അത് ഫ്രീ ആണ്. അപ്പം അത് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്ററിലാണ്. അപ്പം അതിന് എനിക്ക് 1800 ഓയിൽ ചേഞ്ച് എന്ന് പറഞ്ഞായിട്ടുണ്ട്. വേറെ കോസ്റ്റ് ഇല്ലാത്ത വണ്ടിക്ക് ഓയിൽ ചേഞ്ചോ? അതെ, ഈ ഡൗട്ട് എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഞങ്ങളെല്ലാം ഇന്നലെ സർവീസ് സെന്ററിൽ ചെന്നപ്പോൾ ചോദിച്ചു, എന്താണ് ഈ ഓയിൽ എഞ്ചിൻ ഇല്ലാത്ത വണ്ടിക്ക് എന്താണ് ഓയിൽ ചേഞ്ച്? അത് നമ്മുടെ എഞ്ചിന്റെ ഓയിൽ എഞ്ചിൻ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ മോട്ടറിന്റെ ലൂബ്രിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന് റെഡ്യൂസർ ഓയിലാണ് പറയുന്നത്. റെഡ്യൂസർ ഓയിൽ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഈ EV അത്ര യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതൊന്നും യൂസ്ഡ് അല്ല, അതാണ് അതിന്റെ ഫാക്ട്.
ഇപ്പൊ ഇതുവരെ കുറേ കാര്യങ്ങൾ പൊക്കി പറഞ്ഞു, ശരി. പക്ഷെ ഇതിൽ എന്തെങ്കിലും ഒരു കോൺസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്? അതായത് ഇത് കുറച്ചും കൂടി ഇത് ബെറ്റർ ആയിരുന്നെങ്കിൽ കുറച്ചും നല്ലതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഡാഷ്ബോർഡ് ഇല്ല ഈ വണ്ടിക്ക്. അപ്പം അത് വലിയൊരു പോരായ്മ. അതായത് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്റെ ഡാഷ്ബോർഡ് എന്ന് പറയാൻ പാസഞ്ചർ സീറ്റാ. പക്ഷെ അതല്ല, ശരിക്കും ഈ വണ്ടിക്ക് ഡാഷ്ബോർഡ് ഇല്ല. അത് വേണമെങ്കിൽ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം, നമ്മുടെ സ്പേസ് ഉണ്ട്. എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതില്ല. 2, ഈ സെക്കൻഡ് ഓപ്ഷനും ഫാസ്റ്റ് ചാർജിങ് ഇല്ല. ഒരു ഐദർ വേ എങ്കിലും കൊടുക്കാമായിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നും. സപ്പോസ് വി ആർ ഓൺ എമർജൻസി, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഇപ്പൊ ഗേൾസ് ഒക്കെ ഓടിക്കുന്ന എന്തെങ്കിലും വഴി പെട്ടുപോയ ഒരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് ഇതിനില്ല. സീറ്റിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു ഇത് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒന്നും ഇതൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ വേറൊരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുവാണ്. ഈ വേറെ ആളെന്ന് ഉദ്ദേശിച്ചത് ആരാണോ? അല്ല, വേറൊരാൾ നമ്മൾ അത്ര ക്ലോസ് അല്ലാത്ത ആൾക്കാർ, ലൈക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ഓർ കൊളീഗ്സ്, അങ്ങനത്തെ ആൾക്കാർ. ഓക്കെ, ഐ എം നോട്ട് ടെല്ലിങ് അബൌട്ട് ഫാമിലി. അപ്പൊ ഈ സീറ്റുകൾ തന്നെ ഭയങ്കര ക്ലോസ് ആണ്. ഒരു പ്ലസ് സൈസിൽ പോകുന്ന ആൾക്കാർക്ക് 2 പേര് കയറുമ്പോൾ ഒരു ഗ്യാപ്പ് അവര് തമ്മിൽ ഉണ്ടാവാൻ ചാൻസ് ഒരു ചെറിയ കുറവുണ്ട്. ഇതിന്റെ സേഫ്റ്റി ഫീച്ചറിന്റെ കാര്യത്തിൽ ഞാൻ നോക്കിയായിരുന്നു. ഇപ്പൊ ബാക്കിൽ എയർ ബാഗ്സ് വരുന്നില്ല, അതൊരു പ്രശ്നം തന്നെയല്ലേ? ഇപ്പൊ ഫ്രണ്ടിൽ മാത്രമല്ല എയർ ബാഗ്സ് വരുന്നുള്ളൂ. ബാക്കിൽ എയർ ബാഗ്സ് ഇല്ല. പക്ഷെ നമ്മൾ ഇത് ഫ്രണ്ടിൽ 2 എയർ ബാഗ്സ് ഉണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വണ്ടി, ഈ വണ്ടി തന്നെ, ഇതിന്റെ തന്നെ വൈറ്റ് കളറിലൊരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് ആ ഡ്രൈവർക്ക് ഒന്നും പറ്റാതെ അദ്ദേഹം പുറത്തിറങ്ങി നിന്നിട്ടാണ് ബാക്കി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ മെയിൻലി ഉദ്ദേശിക്കുന്ന സിറ്റി ഡ്രൈവ് ആണ്. പാസഞ്ചർ സീറ്റും ഡ്രൈവർ സീറ്റും ഓക്കെ ആണ്. ബാക്ക് സീറ്റിന് ഒരു വണ്ടിക്ക് ഒരു 4 പീപ്പിൾ ഇരുന്നോട്ടെ ഓർത്തിട്ടുള്ള ഒരു സീറ്റ് പോലെയാണ്, അല്ലാതെ അതിന് ആ പ്രൊട്ടക്ഷൻ ഇല്ല. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട്. ഇത് നമുക്ക് ഒരിക്കലും ഒരു പ്രൈമറി വെഹിക്കിൾ ആയിട്ട് ഒരു വീട്ടിലിടാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും ഇതൊരു സെക്കൻഡറി വെഹിക്കിൾ വിത്ത് പെട്രോൾ വെഹിക്കിൾ ഓർ വിത്ത് അനദർ വെഹിക്കിൾ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് കോഴിക്കോട് പോകണം, അല്ലെങ്കിൽ നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകണം. സോ നമുക്ക് വി കാൻ റിലേ ഓൺ ദിസ് ഓൺലി. അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്നല്ല, കംസ് വിത്ത് ദാറ്റ്, അത്രേ ഉള്ളൂ. ഈ വണ്ടിക്ക് നല്ല മഴയത്ത് ട്രാക്ഷൻ കുറച്ച് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. യു കാൺ ലൈക്ക് ഫ്ലോ ഇൻ, നമ്മൾ സാധാരണ പോകുന്ന യു കാൺ ഫ്ലോ ഇൻ എ റെയിനി സീസൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത മഞ്ജുവിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.